നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ ചൊവ്വാഴ്ച 148 പേർക്ക് കൂടി പുതിയതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 86 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 60 പേർ വിദേശത്തു നിന്ന് തിരിച്ചെത്തിയവരാണ്. ചൊവ്വാഴ്ച പുതിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ 600 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ചൊവ്വാഴ്ച 96 പേർ രോഗമുക്തി നേടി. ആകെ 2,23,210 പേർക്കാണ് രോഗമുക്തി ഉണ്ടായത്. നിലവിലുള്ള ആകെ രോഗികൾ 1712 ആണ്. ചൊവ്വാഴ്ച 15,020 പേർ പരിശോധനയ്ക്ക് വിധേയരായി. യുഎയിൽ പെരുന്നാൾ അവധിക്ക് ശേഷമുള്ള ദിവസങ്ങളിലും പുതിയ കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നത് ആശ്വാസകരമെന്ന് വിദഗ്ധർ. പെരുന്നാൾ അവധി ദിവസങ്ങൾക്ക് ശേഷവും പുതിയതായി രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവാണ് രേഖപ്പെടുത്തുന്നതെന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വക്താവ് ഡോക്ടർ താഹിർ അൽ അമീരി പറഞ്ഞു. ഇത്തവണ പെരുന്നാൾ അവധി ദിനങ്ങളിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 1550-ൽ താഴെയായിരുന്നു. കോവിഡ് മുൻകരുതലുകൾ പാലിക്കുന്നതിൽ സ്വദേശികളും പ്രവാസികളും പുലർത്തുന്ന ജാഗ്രതയാണ് ഇതിന് സഹായകമായതെന്ന് അധികൃതർ അറിയിച്ചു. കാലാവസ്ഥാ മാറ്റം മൂലം ഒമാനിൽ കൂടുതൽ ചുഴലിക്കാറ്റുകൾ അനുഭവപ്പെടാനിടയുണ്ടെന്ന് സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ പരിസ്ഥിതി പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ യാസിൻ അൽ ഷറാബി. അറബിക്കടലിൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നത് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവയുടെ തീവ്രത കൂടുകയും ചെയ്യും. കാലാവസ്ഥാ മാറ്റം മൂലം ഗോനുവിന് പോലുള്ള തീവ്രയേറിയ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റുകൾ ഒമാനിൽ കൂടുതലായി അനുഭവപ്പെട്ടേക്കുമെന്നും ഡോക്ടർ യാസിർ അൽ ഷറാബി ഒമാൻ ടെലിവിഷന് നൽകിയ മാധ്യമത്തിൽ പറഞ്ഞു. ഖത്തറിൽ ഇതിനോടകം 20 ലക്ഷത്തിലേറെ പേർക്ക് ചുരുങ്ങിയത് ഒരു ഡോസെങ്കിലും വാക്സിൻ വിതരണം ചെയ്തു കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. വാക്സിനേഷൻ പ്രോഗ്രാം പ്രകാരം യോഗ്യരായ 16 വയസ്സിന് മുകളിലുള്ള ജനസംഖ്യയുടെ 81% പേർക്കും ഒരു ഡോസ് വാക്സിനെങ്കിലും ലഭിച്ചിരിക്കുന്നു. 68.6% പേർക്ക് 2 ഡോസും ലഭിച്ചതായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമാനിൽ പ്രവാസി ജനസംഖ്യയിൽ ഈ വർഷം മാത്രം 55,000-ൽ കൂടുതൽ പേരുടെ കുറവുണ്ടായതായി റിപ്പോർട്ട്. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട് ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. 2021 ജനുവരി 1-ന് 1,74,57,114 പ്രവാസികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ജൂലൈ 25 ആകുമ്പോൾ അത് 1,69,146 കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ ഒമാനി ജനസംഖ്യയിൽ 34,228 പേരുടെ വർധനവും രേഖപ്പെടുത്തി. 2,73,5,991-ൽ നിന്ന് 2,77,219 വർദ്ധിച്ചത്. സ്പൈസ് ജെറ്റ് സർവീസ് ആരംഭിച്ച് ഖത്തർ. ഓഗസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ദോഹ സർവീസിന് ഒരുങ്ങുകയാണ് സ്പൈസ് ജെറ്റ്. ഖത്തറുമായുള്ള എയർ ബബിൾ കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദോഹയിലേക്കുള്ള സർവീസ്. കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്ന് ആഴ്ചയിൽ 2 എന്ന നിലയിലാവും സർവീസ് ആരംഭിക്കുക. ഇതിനു പുറമെ ന്യൂഡൽഹിയിൽ നിന്ന് സർവീസ് ഉണ്ടാകും. അക്ബർ ട്രാവൽസിന് കീഴിലുള്ള ബെൻസി ഹോളിഡേസിനാണ് സർവീസ് ഓപ്പറേഷൻ ചുമതല. ടിക്കറ്റ് ബുക്കിംഗ് വൈകാതെ ആരംഭിക്കും. നിലവിൽ എയർ ഇന്ത്യ, ഖത്തർ എയർവേസ്, ഇൻഡിഗോ എയർലൈൻസ് എന്നിവർ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ദോഹയിലേക്ക് സർവീസ് നടത്തുന്നത്. കുവൈറ്റിൽ വാക്സിൻ എടുക്കാത്ത സ്വദേശികൾക്ക് ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ വിലക്ക്. വാക്സിൻ പൂർത്തിയാക്കിയവർക്കും വാക്സിനേഷനിൽ നിയമപരമായ ഇളവുകൾ ഉള്ളവർക്കും മാത്രമായിരിക്കും ഓഗസ്റ്റ് മുതൽ വിദേശ യാത്രകൾക്ക് അനുമതി ലഭിക്കുക. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാക്സിൻ എടുക്കാത്ത ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം സർട്ടിഫിക്കറ്റ് നൽകിയവർ, ഗർഭിണികൾ എന്നിവർക്ക് പുതിയ നിയന്ത്രണത്തിൽ ഇളവ് ലഭിക്കും. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന പൗരന്മാർക്ക് 3 വർഷം അന്താരാഷ്ട്ര യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് സൗദി. റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് നഗ്നമായ നിയമലംഘനമാണെന്ന് അറിയിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചത്. ഒമാനിൽ വാണിജ്യ സ്ഥാപനങ്ങൾ അടുത്ത വർഷം മുതൽ ക്ലാഷസ് ആകും. മോളുകളിലും റെസ്റ്റോറന്റുകളിലും ഉപഭോക്താക്കൾക്കായി ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനം ഒരുക്കും. 2022 ജനുവരി 1 മുതൽ നിർദ്ദേശം നടപ്പിലാക്കണമെന്ന് വ്യവസായ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം നിർദ്ദേശിച്ചു. പണം സർക്കുലേഷൻ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഒമാൻ വിഷൻ 2040-ന്റെ ഭാഗമായി സമഗ്രമായ ഡിജിറ്റൽ സമൂഹം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.